താങ്ക് യു സോ മച്ച്. അതാ നമ്മുടെ TVM HF ആയിട്ടുള്ള വാർ തുടങ്ങിയിരിക്കുന്നു ഇവിടെ. Shan bro again, thank you for the 200. Shan bro. Dealing in great deals with a great performance sale 5.0. മലയാളം കാത്തിരിക്കുന്ന മഹാസംഗീതവേദിയുടെ മീൻസ് എ ലോട്ട്. താങ്ക് യു സോ മച്ച് ബ്രോ. സർക്കാർ രണ്ടുമ്മല്ല ബ്രോ, മൂന്നുമ്മ ഞാൻ കൊടുക്കും. Thank you for the 200 point bro. പൊന്നൂസ് ഒരു ഹായ് കൊടുക്ക്. പൊന്നൂസെ ഹായ്. AKG കുറച്ച് വെള്ളം കുടി. വെള്ളം പിന്നെ കുടിക്കുക. ജോയൽ ബ്രോ ഹായ്, വെൽക്കം ടു ദി സ്ട്രീം. വന്നു അവൻ വന്നു. അതാ ഡോക്ടർ വന്നിരിക്കുന്നു നമ്മുടെ ലൈവിൽ. ഡോക്ടർ എവിടെ? ഡോക്ടർ BC ജോയിൻ ചെയ്യാൻ. ഡോക്ടർ ഒരു കമന്റ് കേൾക്കണം എനിക്ക് വലിയ ആഗ്രഹം. ഫുഡ് കഴിക്കാൻ പോയി. BC മുട്ട. Darkadis bro goal completed. Thank you so much Darkadis bro. Means a lot. അപ്പൊ നമുക്ക് ഇംഗ്ലീഷ് കമന്ററി സെറ്റ് ആക്കാം. അത് നോക്കണം. നീ എന്റെ ലൈവ് എടുത്ത് നോക്കിയാൽ ഞാൻ ലാസ്റ്റ് ഒരു പോക്ക് പോയിട്ടുണ്ട്. അതില് കിട്ടും കറക്റ്റ് ആയിട്ട്. കമന്ററിക്ക് ആളെ വേണം. ഒന്ന് നോക്കി നോക്ക്. സെറ്റ് കമന്ററി പറയുന്ന ഒരാളെ ഞാൻ നേരത്തെ ഗ്യാങ് ഉണ്ടായിരുന്നു. ബാലാജി മറ്റേ PUBG ഒക്കെ അവന്റെ കമന്റ് കേട്ടില്ല. കേട്ടില്ല എന്താ അതെടാ? അത് നമ്മള് പണിഞ്ഞടാ. നാളെ അല്ലെ നാളെ വരും, ഉറപ്പാ നാളെ വരും. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും മുത്തുമണീസെ. ഇപ്പൊ ഇവിടെ മാറ്റാൻ പോയി എനിക്ക് നല്ല പണിയാണ്. മറ്റേ സെറ്റ് ഞാനാണ് വടിവേൽ. എടാ ആർപ്പിലുള്ള വടിവേലാണല്ലോ ഇവിടെ കൗണ്ട്. Precious Dan bro, thank you for the 400 rupees super chat. ഏതാ ഇവ 14 വരെ ഉള്ള ഒരാള് മിസ്സിംഗ് ആണല്ലോ. ഒരാള് ഹെലിയിലാണ്. ഇല്ലെന്ന് തോന്നുന്നു. ഇവിടെ ഇപ്പൊ വേറെ അടക്കല്ലേ കഴിഞ്ഞിട്ടുണ്ടോ? TV 1 HF 2 അടിച്ചാൽ അനന്തരല്ല വേറെ. ഈ GRVയുടെ സെറ്റപ്പ് മാറ്റാണ്. ഞാൻ ഈ 1 2 അടിക്കാതെ ഗ്യാങ് ഹൗസിലോട്ട് പോകും. GRV സ്പേസ് ID അടിച്ചാൽ മതി. അപ്പൊ അവരുടെ ഗ്യാങ് ഹൗസിൽ പോകും. ഗ്യാങ് ഇല്ലാത്തവരാണ് ഹോസ്പിറ്റലിൽ പോകും. ആ സെറ്റ് ഇല്ല. TVയുടെ പലോറ്റോ ടണലിന്റെ അടുത്തായിട്ട് റെഡി ആയിട്ട്. ഐ തിങ്ക് അവരുടെ ആരോ കത്തി. കണ്ണാപ്പി ഇവിടെ ഉണ്ടായിരുന്നല്ലോ. കണ്ണാപ്പി ഇവിടെ ഇപ്പൊ ഉണ്ടായിരുന്നില്ല. സർക്കാരിന് ഒരു ഉമ്മ കൊടുത്തു. ടിന്റുമോനെ സർക്കാരിന് ഉമ്മ കൊടുത്തു. ഹെലിയുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ കാണുന്നില്ല. ഹെലിയുണ്ട്. അധികം ഇവന്റെ സൗണ്ട് സുനിമോന്റെ നല്ല രസമാണ് സൗണ്ട്. ഞാൻ എണ്ണി തെറ്റിയതാണോന്ന് അറിയില്ല. അവിടെ പോയി കോടികളെല്ലാം വന്നു. ഓടിത്തരാണോ ജോക്കർ ബ്രോ? ഇവര് HF എലിയുണ്ട്. 14 പേര് ഓൺ ഫോട്ട് ഉണ്ട്. ബുള്ളറ്റ് സ്പെക്ക് HF ഒന്നും കാണുന്നില്ലല്ലോ. ബുള്ളറ്റ് ഇവിടെ താൻഡിങ് HF ഇവിടെ വന്നിട്ടില്ല കേട്ടോ. HF എവിടെ നിൽക്കുന്നു കറന്റ്? മലമുള കണ്ടു. പൊന്നൂസിന് ഒരു ഹായ് കൊടുക്കാട് ഗെയിമിംഗ് അഡ്മിൻ. പൊന്നൂസ് ബ്രോ ഹായ്. ചേട്ടാ സിനിമാറ്റിക് ബാസ് എന്റെ സൗണ്ടിലാണ്. സിനിമാറ്റിക് ബാസ് വേണം.
സാർക്ക് വരുമ്പോ എടുക്കും. എടാ അവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല ബ്രോ, അവർക്ക് ഇഷ്ടപ്പെടണം. അടങ്ങിയില്ലടാ എന്നെ ധർമ്മസങ്കടത്തിലാക്കിയില്ലേ ബ്രോ. സർക്കാരിന് കൂടുതൽ സ്നേഹമുള്ളവർ ചക്കര ചരക്കണ്ണാന്നാ വിളിക്കാറ്. സീരിയസ്ലി ഞാൻ ഭയങ്കര ബോറാണ്. ചാപ്റ്റർ 3 ലോഡിംഗ്. റമീസ് ബ്രോ ഇതിന്റെ റിപ്പോർട്ട് സ്പാം ആവുന്ന ആരാടാ? പിന്നെ പറഞ്ഞു ഓൾ കളർ അടാ. ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ 100 ഗ്രീൻ കളറാണ്. അടുത്ത വട്ടം ഇടുമ്പോൾ ഇട്ടേ. അത് അവരാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ അവർക്ക് അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആയിട്ട് ഒരു എഫ്ആർപി റീസ് ചെയ്താൽ മതി. അതിന് നമ്മൾ ആക്ഷൻ അല്ല, അത് വിളിച്ച് നമ്മൾ സംസാരിച്ചു. പക്ഷെ അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പിഒസ് കാര്യങ്ങളെല്ലാം വേണം. അൺവാണ്ടഡ് സിറ്റുവേഷൻ ആണെന്നുള്ളതും തെളിവ് വേണം. അതായത് ഒരു സിറ്റുവേഷൻ ട്രിഗർ ആവുന്നു, അത് അൺവാണ്ടഡ് സിറ്റുവേഷൻ ആണ്, അതിന് പ്രൂഫ് ഉണ്ട്. അൺവാണ്ടഡ് സിറ്റുവേഷൻ ആണ് പ്രൂഫ് ഉണ്ട്. എന്നിട്ടും അവർ പോയി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഈ സിറ്റുവേഷൻ നമുക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പ്രോപ്പർ തെളിവുകൾ വേണം. ഫസ്റ്റ് ഓക്കെ അതാടാ, ഫസ്റ്റ് അൺവാണ്ടഡ് സിറ്റുവേഷൻ ആണെന്നുള്ള പ്രൂഫ് വേണം. ദെൻ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുള്ള പ്രൂഫ് വേണം. അത് കഴിയുമ്പോൾ അവർക്ക് എന്ത് ചെയ്താലും ഓക്കെയാണ്. പക്ഷെ ദേഷ്യം അപ്പൊ എന്നാൽ ആക്ഷൻ എടുത്തു. പക്ഷെ ദേഷ്യം ആ സിറ്റുവേഷൻ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പർ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് എൻഡ് ചെയ്യിക്കണം. അത് എൻഡ് ഉണ്ടായിരിക്കും. പക്ഷെ ആ സിറ്റുവേഷൻ എൻഡ് ആക്കിയത് അവരുടെ ഉത്തരവാദിത്തമാണ്. അവർ അൺവാണ്ടഡ് അതിന് നമുക്ക് അവരെ നിലയ്ക്ക് നിർത്തണമെങ്കിൽ അതിന് പ്രോപ്പറായിട്ടൊരു സംഭവം നടന്നിരിക്കണം. എങ്കിൽ മാത്രമേ അവർക്ക് നിർത്താൻ പറ്റുള്ളൂ. ഓക്കെ, ഇവിടെ രണ്ടുപേരും തമ്മിൽ പിറ്റായിട്ടുണ്ട്. ടി വിയെ മലമോള് കുത്തുന്നു. ടി വിയെ ഇവിടെ കുത്തിയിട്ടുണ്ട്. Sadik bro, thank you for the 100 rupees bro. Sadik bro, thank you so much. Na commander varana adinte aayam count എത്രയാ? count 15 15 സിപ്പ് തുടങ്ങിയോടാ, വാര തുടങ്ങുന്നേ ഉള്ളൂ. എസ്ആർക്ക് റൂം കൊടുത്തോ? പാവം അണ്ണന് ചോദിച്ചാ? സർക്കെ സോറി, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിള്ളേർ പറയുന്നുണ്ട്. സർക്കെ കേട്ട് ഞാൻ നല്ല അങ്ങനെ ഈ പുള്ളിട്ട് മറ്റേ സാധനം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് അപ്ഡേറ്റിൽ കൊണ്ടുവരുന്നുണ്ട്. ഇവിടെ പേസ് കണ്ടു ഇത്ര വണ്ടി ഡേറ്റ് ഫയൽ നമ്മൾ തന്നെ എടുത്ത് മാറ്റണം. എന്തോ വാർച്ചാറ്റ് വന്ന് നോക്കി ഒന്ന് നോക്കണേ. ഞാൻ ഈ അപ്പുറത്ത് അമ്മ നോക്കിക്കോളൂ. എനിക്കൊന്ന് പറയാനാ. എടാ ഇവിടെ ജിആർ പഠിക്കാൻ അവനെ ഇവിടെ അവനോട് പറയാൻ പറ. ജിആർ പഠിക്കാൻ ആള് വേണം. ഇത്തി മണ്ടന്മാർ പറ്റിക്കാനാണ് നോക്കി. മിസ്റ്റർ കോപ്പ് താങ്കളുടെ ജിആർ പഠിക്കാൻ റെഡി? ജിആർ 1 TV2 വെച്ചത് റെഡി ആയിക്കോളാണ് പറഞ്ഞത്. റെഡി ഒന്നല്ല. അസുരൻ റീഡോ? അതാരാ അസുരൻ? ചാക്കോസി എന്ന് പറഞ്ഞ
അസുരണ്ടായിരുന്നു ഞാൻ കേട്ടിട്ടുണ്ട്. അസുരം ബ്രോ ഹായ് സോറി ബ്രോ റിയലി സോറിടാ ബ്രോ. താങ്ക് യു സോ മച്ച്. ക്രാഷ് ആയിട്ടുണ്ട്. ഇനി റാപ്പ് സോങ് കേട്ടിട്ടുണ്ടോ? ഞാൻ ചിലതൊക്കെ വീഡിയോ കണ്ടിട്ടുണ്ട്. ആൻഡ് ഞാൻ ഇന്നലെ ഒരു ലൈവ് കണ്ടു സരിബ്രോയുടെ ഷൂട്ടിങ്. എന്റെ മോനെ ഞാൻ ചിരിച്ചൊരു വഴിയായി. ലീഡ്സ് ടു ടൈം ഔട്ട്. അക്കരെ ഇക്കരെ നിന്നാൽ എങ്ങനെ ആശ തീരും. ഒന്നെങ്കിൽ ഇക്കരയ്ക്കോ അല്ലെങ്കിൽ അക്കരയ്ക്കോ. അടുത്ത പറയാം KVP-യുടെ ഒരു മധുരക്കിനാവിൻ ലഹരിയിലും ഗുണമുഖത്തു അതിലായിരം ആശകളാലൊരു തേൻ വണ്ടു ഞാൻ അലരേ തേൻ വണ്ടു. സത്യം പറ RP ഷൂട്ടില്ലോ. മോനെ ഒരു രക്ഷയില്ല. ഞാൻ കുറെ ചിരിച്ചു. അവനുണ്ടല്ലോ മറ്റേ എന്തോ പയ്യന്റെ പേര് ഞാൻ മറന്നു. മറ്റേ ബ്ലൈൻഡ് ആയിട്ട് RP ഒരു രക്ഷയില്ല കേട്ടോ. അവനാ ആ ക്യാരക്ടറിൽ നാം വിട്ടുകൊടുക്കത്തില്ല. ഡയലോഗും അവസാനം ഡയലോഗ് അടിച്ച് ഞാൻ ചെറിയ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. അത് ചിരിച്ചിരിച്ചൊരു വഴിയായി. അത് എനിക്കത് കണ്ടന്റ് വെട്ടിയിട്ടേക്കുന്നവരൊക്കെ ആ സാധനം സ്കിപ്പാക്കിയിട്ടുണ്ട്. HF-നെ കുത്തിക്കാൻ സമ്മതിക്കാതെ TV ഇവര് കുത്തിക്കാൻ സമ്മതിക്കുന്നില്ല കേട്ടോ. നൈസ്. ഓക്കെ HF ഐ തിങ്ക് ബാക്ക് ഇറങ്ങി അല്ല തിരിച്ചു വരുന്നുണ്ടോ? അല്ല ഇവിടെ ഒരു പിക്കിംഗ് ഉണ്ട് കേട്ടോ. HF എല്ലാം കൂടെ ഇവിടെ ഒത്തുചേർന്നിട്ടുണ്ട്. TV-യുടെ ഇല്ല എത്ര വണ്ടി? 1 2 3 5 6. എങ്ങനെ HF 7 വണ്ടിയാവുന്ന എങ്ങനാ? ഹോൾഡിട്ടെ 7 വണ്ടി ഒന്നുകൂടെ കൗണ്ട് എടുത്ത് HF-ന്റെ 1 2 3 7 വണ്ടി. വലിയ വണ്ടി പറഞ്ഞ ഏതാ? 6x6 പറഞ്ഞുണ്ടല്ലോ. ഇവിടെ ഒന്നുകൂടെ കൗണ്ട് എടുത്തേ ഒന്നുകൂടെ വണ്ടിയുടെ കൗണ്ട് എടുത്തേ. വണ്ടിയുടെ കൗണ്ട് എടുക്കാം ആദ്യം. 1 2 3 4. റിപ്പയറിന്റെ അവിടെ 4 വണ്ടി കണ്ടിട്ടുണ്ട് ഞാൻ. ഒരു 5 വണ്ടി പോകും. 5ാമത്തെ വണ്ടി പോകുന്നു. ഒന്നുകൂടെ കൗണ്ട് നോക്കണം. വണ്ടിയുടെ കൗണ്ട് നോക്കണം ഇവരുടെ. രണ്ട് 3 4. ഇവർ ഒരുമിക്കുന്നില്ലല്ലോ. എടാ ഇവിടെ സാൻഡി പെട്രോൾ പമ്പിന്റെ അവിടെ 1 2 3 4 വണ്ടി ഞാൻ കാണുന്നു. സാൻഡി പെട്രോൾ പമ്പിന്റെ അവിടെ. സാൻഡി പെട്രോൾ പമ്പിന്റെ അവിടെ 1 2 3 4 5. വിൻസെന്റ് ആരെ കൊന്നല്ലേ? വിൻസെന്റ് അമരാണ് വിൻസെന്റ് ആണോ അറിയാമോ? 1 2 3 4 5 6. ഇവിടെ 6 വണ്ടി. വേറെ എവിടെ HF-ന്റെ വണ്ടി ഉണ്ടോ നോക്കി. 6 വണ്ടി വേറെ എവിടെയെങ്കിലും. ഇവിടെ 6 വണ്ടി ഉണ്ട് പെട്രോൾ പമ്പിന്റെ അടുത്ത്. ഓക്കെ വേറെ എവിടെയെങ്കിലും വണ്ടി വന്നത്? ഈ 6x6 ഒരു പച്ച കളർ വണ്ടി ഉണ്ട്. 4 മറ്റേ വണ്ടി 5 മറ്റേ വണ്ടി. ആ പച്ച വണ്ടി അവിടെ ഉണ്ട്. ഞാൻ കണ്ടു. നോക്കാം ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ മുമ്പേ എട്ടിയപ്പോ അവിടെ കറക്റ്റ് 6 7 വണ്ടി ഉണ്ടായിരുന്നു.
115 വാച്ചിങ് കേസ്. ഇല്ലടാ ആദ്യം നമ്മുടെ സൈഡ് ക്ലിയർ ആക്കാം, അങ്ങനെ പറയാൻ പാടില്ല. അവരോട് ചോദിക്കുന്നതിന് മുമ്പ് നമ്മള് ക്ലിയർ ആക്കണം. രാജിക്ക് ഒരു പിക്ക് കാണിച്ചു, പക്ഷെ അത് ആ കിച്ചഫിലുള്ളതാണോ മാത്രമാണ് എനിക്ക് അറിയാത്തത്. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യോ, അവിടെ എന്റെ ഒന്ന് ബാക്ക് എടുത്തേ, എന്റെ ലൈവ് ഒന്ന് ബാക്ക് എടുത്ത് നോക്കാൻ പറയുമോ ആരോടെങ്കിലും? ആ ഒരു റിപ്പയർ സ്റ്റേഷൻ പറ്റില്ലേ നോക്കുന്നത്? വിൻസെന്റ് എന്നുള്ള ഒരു ഐ തിങ്ക് ഒരു 1-2 മിനിറ്റ് ബാക്ക് എടുത്ത് നോക്കിയാൽ ആരെങ്കിലും 1-2 ബാക്ക് എടുത്ത് നോക്കിയിട്ട് വണ്ടിയുടെ കൗണ്ട് മോഡറേറ്റേഴ്സ് തുറന്നോ. എടാ എന്റെ ലൈവ് ഒന്ന് ബാക്ക് എടുത്തിട്ട് ഒന്ന് കൗണ്ട് എടുത്ത് നോക്കിയടാ, എത്ര വണ്ടിയായിരുന്നു കൗണ്ട് കണ്ടേന്. Last 2 days RPS, Steve back with nice RPS. Go over. Thank you. ഇത് കേട്ട് താഴെ മോഡറേറ്റേഴ്സ് മാത്രമായിട്ട് നിൽക്കുന്ന വണ്ടിയാണ്. 2 വണ്ടി ലെഫ്റ്റിൽ ടയർ പോയ വണ്ടികൾ 7 വണ്ടി കണ്ടതാ എനിക്ക് ഡ്രോപ്പ് അതാ അവൻ നിൽക്കുന്ന ഒരു അറ്റത്താണ്, അപ്പഴത്തേക്കാണ് നമ്മളവിടെ നടത്തി കഴിഞ്ഞാൽ നമ്മുടെ അടി. തള്ളയാണ് ക്ലോണിന്റെ ഒന്നും കാണണം. ഡോക്ടർ ബ്രോ ആണ് കമന്ററി. അതെ അതെ ഡോക്ടറാണ് കമന്ററി. എന്താണ് എന്റെ കമന്ററിക്ക് ഒരു കുറവ്? ഞാൻ പോയി ഒരു 49 രൂപയ്ക്ക് എന്റെ ഇവിടെ നല്ല കാറ്റുണ്ടായിരുന്നടാ. കാറ്റുണ്ടായിരുന്നപ്പോ എന്റെ വൈഫൈയിലെ മറ്റേ ലൈന് വാഴ വീണ് പൊട്ടി. ഫോണിനെ കയറി ഞാൻ ഒരു 49 രൂപയ്ക്ക് അൺലിമിറ്റഡ് ചെയ്തിട്ട് ഇങ്ങനത്തെ പരിപാടിയൊന്നും നടക്കില്ല. ഇതെന്താ ഫ്രെയിം ഇങ്ങനെ ഇരിക്കുന്നേ? ഹലോ 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 എന്താ ഇടക്കിടക്ക പോകുന്ന ഈ സാരം കൊള്ളാലോ. ജിയോ ആണ് ഡോക്ടർ. ഡോക്ടറെ ജിയോ ആണെന്ന് ഡോക്ടറെ. 7 വണ്ടി ഉണ്ടെന്ന് ഒരു കുറവും ഇല്ല, എല്ലാം കൂടുതലാണ്. ഇജാതി കമന്ററി ഒക്കെ നീ പണ്ട് കുഴിച്ച കിണറിന് അത്രയും പ്രശ്നം വരൂല കേട്ടാ എന്റെ കമന്ററിക്ക്. വെരി ഫുൾ അവൻ പണ്ട് കിണർ കുത്താൻ പോയിട്ട് അവിടുത്തെ മറ്റേ മെയിന് വൈദ്യന്റെ മോളെ അടിച്ചുകൊണ്ട് വന്നതും പോരാ എന്നിട്ട് അവളെ പിടിച്ച് മറ്റേ വെള്ളത്തിൽ മുക്കി പൊക്കിയപ്പോ അവള് പരിശുദ്ധിയായെന്നും പറഞ്ഞു. മറ്റേ അവസാനം പാട്ടൊക്കെ പാടി മറ്റേ തിരിച്ചു വന്ന പാർട്ടിയാണ് അവൻ. ഈ നാട്ടിലൊന്നും ഇല്ലാത്ത ഒരു കോല് കിണർ കുത്താനായിട്ട് 2500 രൂപ ചോദിച്ച നാറി എച്ചിപ്പട്ടിയാണ് അവൻ. ക്ലോണിന്റെ ഇതില് പിഒവിലുണ്ട് ഉണ്ടല്ലോ. ബൈക്ക് മൊത്തം അടിച്ചോണ്ട് പോകുന്നു. കിട്ടിയാ ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു, നീ വെച്ചോ. സുന്ദര ഇവിടെ ഞാനിരിക്കുമ്പോ ആരും ഒന്നും പറയാൻ വരാറില്ല. നിനക്ക് 96 ചാറ്റ് ഇത്ര മാന്യമായിട്ട് അടി തുടങ്ങിയിരിക്കുന്നു. എന്താണ് സ്റ്റക്ക് ഡേ പോയല്ലേ ഇല്ലോ മൈ സ്റ്റക്കായിട്ടിരിക്കുന്ന ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന മലമുകളിൽ നിന്നും തിരിച്ച് സ്പ്രേ ചെയ്യുന്ന ആൾക്കാരാണ് കാണുന്നത്. എനിക്ക് തോന്നുന്നു ടി വി സാവേജ് ഇവിടെ നിന്നും നല്ലൊരു കവർ ഫയർ കൊടുക്കും, ബാലൻസ് ചെയ്യുന്ന ഫ്രണ്ടിലേക്ക് ഒരു ഓൺ ഫുട്ട് കൊടുക്കുന്നു, സ്നൈപ്പ് 2 സൈഡിലേക്ക് മാറിയും തിരിഞ്ഞു അടിക്കുന്ന ഒരു രീതിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബാക്കിൽ HFന്റെ പ്ലേയേഴ്സ് വരുന്ന കാര്യം അവർ നോട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ ബാക്കിൽ വരുന്ന HF പ്ലേയേഴ്സിന് ആ ഒരു ആംഗിൾ ഹോൾഡ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത് വളരെ വലിയൊരു ഡിസഡ്വാൻറ്റേജ് ആയിരിക്കും ടി വിയെ വളരെ മാരകമായി സ്പ്രേ ചെയ്യുമ്പോൾ ഇടയ്ക്ക് കയറി വന്നൊരു വണ്ടി ഇടിച്ച് മറിച്ചുകൊണ്ട് തെറിച്ചു പോകുന്നു. മീൻവെൽ നല്ല ഒരു സ്പ്രേ ബാക്കാണ് നമ്മുടെ പ്ലെയർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ തന്നെ ആരും തന്നെ ഡൗൺ ആയിട്ടില്ല. മീൻവെൽ 15 vs 15 ആണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇട്ടാഴ്ചയുടെ വക അതിമനോഹരമായിട്ടുള്ള ഒരു ലോങ് സ്പ്രേ ആണ് നമ്മൾ കാണുന്നത്. എനിക്ക് തോന്നുന്നു ഒരു പാണ്ടിക്കുത്തിന്റെ പ്രതീതി വളർത്തുമെങ്കിലും ഒരു നടുക്ക് നിന്നുകൊണ്ട് 360 ആംഗിൾ റൊട്ടേറ്റ് ചെയ്ത് ഫയർ ചെയ്യുന്ന ടിവിയുടെ സ്വന്തം മണിമുത്തുകൾ HF കുറച്ച് അകലെയാണെങ്കിൽ അവർ നിലം പിരിച്ചാക്കിയിട്ടുണ്ട്. റാവുത്തർ ശശിയുടെ വക മനോഹരമായിട്ടുള്ള ഒരു സ്പ്രേ ആണ് നമ്മൾ കാണുന്നത്. എനിക്ക് തോന്നുന്നു 2 മലകളും ക്യാമ്പ് ചെയ്തുകൊണ്ട് ആ കവർ എടുത്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ടാഗ് ചെയ്ത് ആൾക്കാരെ ഡൗൺ ആക്കാനുള്ള ഒരു സ്ട്രാറ്റജിയാണ് എനിക്ക് തോന്നുന്നു HFും
ടി വിയും ഉപയോഗിക്കുന്നു എന്ന് തോന്നുന്നു. മീൻവേൽ 2 വണ്ടികൾ നമ്മുടെ സ്വന്തം HFന്റെ ചാൾസിന്റെ വണ്ടിയൊക്കെ നല്ലൊരു റൊട്ടേഷൻ എടുക്കാൻ നോക്കുന്നു. CK മാരി അങ്ങോട്ടൊരു നല്ലൊരു അബ്രിവേഷൻ നടത്തിയെങ്കിലും സൈഡിൽ നിന്നും രായന്റെ ഒരു ടച്ച് കിട്ടി അവൻ തെറിച്ചു പോകുന്ന ഒരു രീതിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. HFന്റെ വക മനോഹരമായ കുറച്ച് സ്പ്രേകൾ വരുമ്പോൾ അതിന് പ്രതിരോധം എന്ന രീതിയിൽ ഉരുക്ക് കാലിന്റെ ശക്തിയും കാന്ത കണ്ണുകളുമുള്ള TVയുടെ സ്വന്തം പിള്ളേരോട് ഇന്ന് സ്പ്രേ ചെയ്ത് അവരുടെ ശ്രമഫലങ്ങളെ വിപുലമാക്കുന്ന ഒരു രീതി നോക്കുമ്പോൾ ഇത്ര ലോങ് റേഞ്ചിൽ നിന്നുള്ള ഒരു സ്പ്രേ നടത്തി കഴിഞ്ഞാൽ ഒന്നും തന്നെ നടക്കില്ല. കൂട്ടുകാരെ കുറച്ചുകൂടെ ക്ലോസ് കോമ്പാക്റ്റിലേക്ക് വന്നാൽ മാത്രമേ കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് നടക്കുമെന്നുള്ളത് മാത്രമാണ് എനിക്കിവിടെ പറയാനുള്ളത്. മീൻവെൽ HF സ്റ്റാർട്ടിങ് ടു ലർക്ക്, അവർ ലർക്ക് ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അവർ ലർക്ക് പ്രോപ്പറായിട്ട് സ്പോട്ട് ചെയ്ത് അവരെ ടാക്കിൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ TV വിൽ ബി ഇൻ എ ബിഗ് ഡിസാസ്റ്റർ. TV അലർക്ക് സ്പോട്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. TV അവിടെ നിന്ന് വണ്ടി എടുത്ത് മൂവ് ചെയ്യുന്ന ഒരു രീതിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവർ ഫയർസ് എല്ലാം സീസ് ചെയ്തിട്ട് അവരവിടെ നിന്ന് ബാക്ക് ഓഫ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ലർക്ക് അവർ നല്ല രീതിയിൽ മനസ്സിലാക്കിയെന്ന് തോന്നുന്നു. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായിക്കൊണ്ട് അവർ പിന്നിലേക്ക് വലിയുന്ന ഒരു രീതിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ലർക്ക് പ്രോപ്പറായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു HFന് നല്ലൊരു അഡ്വാൻറ്റേജ് ഉണ്ടാവും. മീൻവെയിൽ ടൈം ഫോർ റിപ്പയറിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് TVയുടെ പിള്ളേർ എല്ലാവരും വണ്ടി റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നു. HF മീൻവെയിൽ ഒരു വളരെ പാരബോളിക് ആയിട്ടുള്ള റൊട്ടേഷൻ എടുക്കുന്നു. എൻ്റെ പൊന്നു മോനെ, ദ അൾട്രാ ഗുഡ് പൈലറ്റ് ഓഫ് ദി ഇയർ മിസ്റ്റർ ബുള്ളറ്റ് ഉണ്ടായിരുന്നു. കുറെ കാലങ്ങൾക്ക് ശേഷം കാണുകയാണെങ്കിലും ലോ സന്തോഷിന്റെ മണ്ണിലേക്ക് ഹെലികോപ്റ്റർ ഓട്ടിക്കുന്നത് ഒരു സ്കില്ലാണെന്ന് തെളിയിച്ച അതിഗംഭീരമായ പൈലറ്റ്, വൺ ഓഫ് ദ ഗ്രേറ്റ് പൈലറ്റ്സ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് RP, അല്ലെങ്കിൽ നമുക്കൊരു ഗോട്ട് എന്നൊക്കെ വിളിക്കാം, ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. പുള്ളിക്കാരൻ ഹെലി വളർത്തുന്ന കഴിവ്, അവൻ നടന്നാൽ നടയിളകി, ആ വൈബാണ്. മീൻവെയിൽ HF എവിടെയാണ് ഹോൾഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ള ഒരു ലൊക്കേഷൻ TVക്ക് പാസ് ചെയ്യാൻ ബുള്ളറ്റിന് എത്രത്തോളം സാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. മീൻവെയിൽ HF ഈസ് ഹോൾഡിങ്. എന്റെ പൊന്ന് ഡോക്ടർ ഉമ്മ സെന്റിയിലെ ഉമ്മ ഡോക്ടർ മുന്നേ ലോട്ടറി കച്ചവടമായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. പാവം ഞാൻ ലോട്ടറി കച്ചവടമായിരുന്നാലും എന്ത് കച്ചവടമായിരുന്നാലും ഇപ്പം ഡോക്ടറായിട്ട് ഇരിക്കുകയാണ് ബ്രോ. ഓക്കെ, ലോ സന്തോഷ് അത് ചെറിയൊരു സർഗാസ് ഒപ്പിച്ചതാണ് ബ്രോ. ഓക്കെ, ദാറ്റ് ഈസ് ലോസ് സാന്റോസ്. പിന്നെയും ശീതയുദ്ധം 2ാം ഘട്ടം. കറുത്ത മലയിറകൾക്ക് നടുവിൽ വെളിച്ചം തൂക്കുന്ന വിളക്കുകളായി TVയുടെ വണ്ടികൾ. ഞങ്ങളില്ല ഒന്നിനും, നീയൊക്കെ വേണമെങ്കിൽ ഇങ്ങോട്ട് വാ എന്ന് പറയുന്ന രീതിയിൽ സ്ഥാനം ഉറപ്പിച്ചിരിക്കുന്ന TVയുടെ വണ്ടികൾ കണ്ണെത്താ ദൂരത്തോളം നിശബ്ദത തളം കെട്ടി കിടക്കുന്നു. എടാ ഇതെന്താ ഇവിടെ നടക്കണേക്കെ? എന്താണ് നടക്കുന്നത്? അതാണ് എവിടെയാണ് ആൾക്കാര് എന്താണ് അടിയാവാത്തെ? എനിക്ക് തോന്നുന്നു വളരെ വളരെ മികച്ച എന്താ പറയാനാ, എനിക്ക് തോന്നുന്നു ഇത് ഭയങ്കര എന്താ പറയാനാ ഒരു എടുക്കാത്ത രീതിയിൽ എന്താ പറയാ ഒരു ഭയങ്കര കുറച്ചൊരു സഞ്ചാരം നടത്തിയാലേ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം സർക്കാരിന്റെ ലൈവിൽ ഫുൾ ഡോക്ടർ കമന്ററി ഫാൻസ് ആണോ? ഡോക്ടർ ഫാൻസ് സരക്ക് ഇത് കാണുന്നുണ്ടേ പൊന്നു സരക്ക്. അത് വന്നപ്പോ പോയി നെറ്റ്. അതാണ് നീ ഇവിടത്തെ സൗണ്ട് വേണേ മ്യൂട്ട് ചെയ്തോ. ഞാൻ വേറെ പടിയൊന്നും ഇല്ലാഞ്ഞിട്ട് ഞാൻ സരക്കിന്റെ ലൈവ് നോക്കിട്ട് ദൈവമേ ഊക്കലായിരിക്കും അവിടെ ഇട്ട്. അവൻ എന്നെ ഊക്കി ഉറക്കുകയായിരിക്കും മിക്കവാറും. ശരിയാ ഒരു ഫൈറ്റ് എടുക്കും പിന്നെ എടാ ഈഗിളും ഉണ്ടെന്ന് തോന്നുന്നു ലൈവില്. മാങ്ങ തൊലി. നാണം കെട്ട് നാളെ തലയിൽ മുണ്ടിട്ടോണ്ട് വെളിയിറങ്ങാൻ പറ്റുള്ളൂ. അണ്ണൻ ഡോക്ടറിന്റെ ലൈവ് കാണുന്നേ. നിനക്ക് എന്റെ അടുത്ത് എന്താ ഇത്രയും വലിയ വൈരാഗ്യം? ഞാൻ പോകുന്നു. ഓക്കെ, സോ ബാക്ക് ടു ദ ആക്ഷൻ. സോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എടാ സ്ട്രീം നേരെ ഇട്ടാടാ. വളരെ ഡിഫെൻസീവ് ആയിട്ടുള്ള ഒരു മോഡ് ഓഫ് ഓപ്പറാൻഡിയാണ് നമ്മളിവിടെ കാണുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലിറ്ററലി ശീതയുദ്ധം. മറ്റേ ഈ റൈഫിൾ ക്ലബ്ബ് സിനിമയിൽ ഒരു ഡയലോഗ് ഉണ്ടല്ലോ എടാ, ദ മെക്സിക്കൻ സ്റ്റാൻഡ് ഓഫ്, അനങ്ങിയ വെടി. ആ സീനാണ്. ദ റിയൽ മെക്സിക്കൻ സ്റ്റാൻഡ് ഓഫ് ആണ് ഇവിടെ. നീ അനങ്ങിയ ഞാൻ പൊട്ടിക്കും, ഞാൻ അനങ്ങിയ നീ പൊട്ടിക്കും. അതാണ് ഇവിടുത്തെ ലൈൻ.
സോ വളരെ വളരെ കോൾഡ് ആയിട്ടുള്ള ഒരു മോഡ് ഓഫ് പ്രോഗ്രഷനാണ് നമ്മൾ കാണുന്നത്. മീൻവെയിൽ വളരെ സിമ്പിളായിട്ട് വണ്ടിയൊക്കെ നിർത്തി ഫ്യൂലൊക്കെ അടിച്ചുകൊണ്ട് മുന്നിലേക്ക് പോകുന്ന HFന്റെ സ്വന്തം പിള്ളേർ. എൻ്റെ പൊന്നി AKH എന്തുപറ്റി? അതുകൊണ്ടാണ് ഞാൻ പോകണം. ഇപ്പൊ തെറ്റായി തരാം. ഡിസ്കോട്ട് പ്രശ്നമില്ല, എന്റെ പ്രശ്നമില്ലല്ലോ. വേറെ ആർക്കും പ്രശ്നമില്ലല്ലോ എന്നുള്ളതാണ്. ഡോക്ടർ ഫാനായി, എത്രേ ഉള്ളൂ. ഓക്കെ ഫൈൻ. മീൻവെയിൽ TVS സ്പീഡ് ആൻഡ് TVS ഫ്ലഫി ഇവിടെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. മിന്നി കളിക്കുന്ന മിന്നാമിനുങ്ങ കൂട്ടം പോലെ ദൂരത്ത് TVയുടെ വണ്ടിയുടെ ബ്രേക്ക് ലൈറ്റുകൾ നമുക്ക് കാണാം. ബ്രേക്ക് ലൈറ്റ് മാത്രമേ ഉള്ളൂ. വല്ലവന്റെ തല പൊളിച്ച് ഒന്നും നടക്കുന്നില്ല. മീൻവെയിൽ വളരെ നല്ലൊരു ഫ്രെയിമാണ്. സിനിമോനെ ഇത് വെട്ടിവെച്ച ആവശ്യം വരുമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. സോ അമ്പരചുംബികളായ മലനിരകൾക്ക് നടുവിൽ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലാത്ത ഞാനും എൻ്റെ സഹൃദയനായ യാത്രക്കാരൻ ക്ലോൺ ഗെയിമിംഗ് കൂടെ ഒരു യാത്ര പോയപ്പോൾ വളരെ ശാന്തമായ ഒരു വാറാണ് നാം കാണുന്നത്. ഇവിടെ എന്തുവാടാ ഇത്? അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. എവരിവിടെ വെയിറ്റ് ചെയ്യുന്നു, അവരവിടെ വെയിറ്റ് ചെയ്യുന്നു. പക്ഷെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ആക്ച്വലി ഈ വെയിറ്റിംഗ് സ്ട്രാറ്റജി ബോർ അടിച്ചിട്ട് ഒരു ടീം പുഷ് ചെയ്യുമല്ലോ. ആ പുഷ് ചെയ്യുന്ന ടീമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഡിസഡ്വാൻറ്റേജിലുള്ളത്. കാര്യം ഇവർ വെയിറ്റ് ചെയ്യുന്ന ഏരിയാസ് ഉണ്ട് കഴിഞ്ഞാൽ പ്രോപ്പർ കവറുള്ള ഏരിയാസിലാണ് വെയിറ്റ് ചെയ്യുന്നത്. മീൻവെയിൽ ബ്രേക്കിംഗ് ദ ഫീനോടൈപ്സ്. അവർ റഷ് ചെയ്തിരിക്കുന്ന ഫീനോടൈപ്പ് ബ്രേക്ക് ചെയ്തുകൊണ്ട് റഷ് ചെയ്തിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു HFന്റെ ടീംസ് അടിച്ച് കയറി വരുമ്പോൾ TVയുടെ പിള്ളേർ ഇവിടെ റെഡിയായി നിൽക്കുന്നു. HF മീൻവെയിൽ ത്രൂ ദ സ്ട്രേറ്റ് റോഡ്. എനിക്ക് തോന്നുന്നു ആ ബുള്ളറ്റ് ഉള്ളത് ഒരു വലിയ അനുഗ്രഹമായിരിക്കും തോന്നുന്നു. ബുള്ളറ്റിന്റെ ആ ഒരു എന്താ പറയുക, ബുള്ളറ്റ് റഡാർ സിസ്റ്റം, മറ്റേ ധോണി റിവ്യൂ സിസ്റ്റം പോലെ ബുള്ളറ്റ് റഡാർ സിസ്റ്റം BRS. ഓക്കെ, അപ്പൊ ബുള്ളറ്റ് റിവ്യൂ സിസ്റ്റം, ബുള്ളറ്റ് റഡാർ സിസ്റ്റത്തിൽ നിന്ന് അവർ രക്ഷപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നു. HF ഡയറക്റ്റ് TVയുടെ കൂട്ടത്തിലേക്ക് കയറി വരുന്നത്. പക്ഷെ ഒരു വണ്ടിയാണ് കയറി വന്നത്, അതൊരു മണ്ടത്തനമായി പോയോ എന്നുള്ളത് നമുക്കറിയില്ല. മീൻവെയിൽ അതൊരു ബെയിറ്റ് ആണോ എന്നുള്ളത് ഡൗട്ടുണ്ട്. കാര്യം ബാക്കിൽ നിന്ന് വണ്ടികൾ വരുന്നവരോട് ഓൺ ഫുട്ട് ഇറങ്ങുകയാണെങ്കിൽ അത് ചിലപ്പോൾ റിസ്ക് ആവും. മീൻവെയിൽ ഓൺ ദ കോൾ ഓഫ് ദ ടീംസ് ഇവിടെ നിന്ന് ഒരു കുറച്ച് ഫയർ വരുന്നു. എനിക്ക് തോന്നുന്നു നല്ല രീതിയിൽ ഓൺ ഫുട്ട് നിന്നുകൊണ്ട് ഫയർ ചെയ്തുകൊണ്ട് ആ മാരിനെ എടുക്കാനുള്ള ശ്രമം ഫ്രം സുനിമോന്റെ മനോഹരമായ ഒരു കവർ ഫൗളിൽ നമുക്ക് കാണാൻ പറ്റുന്ന മാരിക്ക് ടാഗ് കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ് കാണാൻ പറ്റുന്ന. മീൻവെയിൽ ദേ ആർ റിട്രെയിനിങ് ടു ദെയർ വെഹിക്കിൾസ്. ഐ തിങ്ക് ഇറ്റ്സ് ഗോയിങ് ടു ബി എ ലാർക്ക്. അവർ ലാർക്ക് തുടങ്ങുമ്പോൾ പിന്നെയും ശീതയുദ്ധം 3ാം ഖണ്ഡം തുടങ്ങുമോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. മീൻവെയിൽ ഇവിടെ നിന്നുകൊണ്ട് HF വളരെ മനോഹരമായിട്ട് അവരെ ടാക്കിൾ ചെയ്തുകൊണ്ട് ഒരു കവർ ഫയർ നടത്തുന്നു. ബുള്ളറ്റിന് നേരെ ഫയറുകൾ വരുമ്പോൾ ബുള്ളറ്റ് ദൂരേക്ക് പാറി മാറുന്നു. ബുള്ളറ്റേ ചാടി ഓടാൻ പറ്റൂല, പറന്നു. ഓക്കെ, മീൻവെയിൽ HF നിന്ന പൊസിഷനിലേക്ക് TVയുടെ ഒരു റിഫ്ലക്സ് ആയിട്ടുള്ള ഒരു റഷാണ് നമ്മൾ കാണുന്നത്. മീൻവെയിൽ അവിടെ ഓൺ ഫുഡ് ഫ്ലൈയേഴ്സ് എല്ലാവരും അവിടെ നിന്ന് മൂവ് ഓൺ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു HFന്റെ ഒരു തന്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും വിട്ട് ബെയിറ്റ് ചെയ്യിപ്പിക്കുക, ഒരു അപ്പർ ഹാൻഡ് പൊസിഷൻ എടുക്കുക, ടാഗ് ചെയ്യുക. അവർ റഷ് ചെയ്യുമ്പോൾ അവിടെ നിന്ന് മൂവ് ഓൺ ചെയ്യുക എന്നാണ് നമുക്ക് തോന്നുന്നത്. ഇതുവരെ ഒരു പിക്ക് പോലും വീണിട്ടില്ലാത്ത ഈ ഒരു സംഭവം എനിക്ക് തോന്നുന്നു HFനിൽ TVനിൽ TV സ്പീഡ് താഴേക്ക് ഇറങ്ങിക്കൊണ്ടൊരു മനോഹരമായിട്ടുള്ള ഒരു സ്പ്രേ നടത്താനുള്ള ശ്രമം. മീൻവെയിൽ HF പുറത്തേക്ക് മാറി പോകുന്നു. ഇട്ടാച്ചി പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇട്ടാച്ചിയുടെ വക ഒരു സ്പ്രേ ദൂരേക്ക് പോകുന്ന ഒരു വെഹിക്കിളിലേക്കാണ് സ്പ്രേ കണക്ട് ആവുന്നത്. മീൻവെയിൽ ആ വെഹിക്കിൾ അവിടെ നിന്ന് റഷ് ഓവർ ആയതുകൊണ്ട് ആ ഒരു വിഷ്വൽ അവിടെ നിന്ന് നഷ്ടപ്പെടുന്നു. എനിക്ക് തോന്നുന്നു പിന്നെയും ഒരു കോൾഡ് വാറിലേക്കാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. നമുക്ക് പിന്നെയും വെയിറ്റ് ചെയ്യാൻ വേണ്ടി സംഭവിക്കുന്നു. ആ കണിമംഗലം കോലത്തിന്റെ തിളക്കം കണ്ടോടെ നല്ല രസമുണ്ട് കേട്ടോ. ഓക്കെ, ബാക്ക് ടു ദ പോയിന്റ്. വീണ്ടും ഒരു റാലിയാണ് നമ്മൾ കാണുന്നത്. റാലി ലീഡ് ചെയ്യുന്ന നമ്മുടെ സ്വന്തം TVA നിക്കാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നിക്കിന്റെ വക മനോഹരമായ ഒരു സ്പ്രേ. മീൻവെയിൽ അങ്ങോട്ട് റഷ് ചെയ്ത് വരുന്ന HF വെഹിക്കിൾ നമ്മൾ കാണുന്നു. മാരിക്ക് ടാഗൊന്നും കിട്ടിയിട്ടില്ല. മീൻവെയിൽ മാരി ഒരു റൈറ്റ് അപ്പർ ഹാൻഡ് പൊസിഷനിലേക്ക് പോകുന്നു. അപ്പർ ഹാൻഡ് പൊസിഷൻ നോട്ട് ചെയ്യാൻ TVA ഫെയിൽ ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പിക്ക് അവിടെ വീഴാൻ സാധ്യതയുണ്ട്. മീൻവെയിൽ ബെയ്റ്റ് എന്നുള്ള രീതിയിൽ HF ഈസ് ഗോയിങ് ത്രൂ ദ റോഡ്. ഇത്തവണ ഞാൻ അതിന് വിടില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് അവന്റെ ടാക്ടിക്സ് നേരത്തെ മനസ്സിലാക്കിക്കൊണ്ട് അവിടത്തേക്ക് ഒരു ഓവർ ഹെൽമെന്റിംഗ് ആയിട്ടുള്ള ഒരു അഡ്വാൻസിങ് നടത്തിയിരിക്കുകയാണ് നമ്മുടെ സ്വന്തം സ്നൈപ്പ്. ആ ഒരു അഡ്വാൻസിങ് കാരണം ആ ഒരു പൊസിഷൻ ഹോൾഡ് ചെയ്യാൻ HFന് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. മീൻവെയിൽ അവിടെ നിന്ന് ലീവ് ചെയ്തുകൊണ്ട് നമ്മുടെ സ്വന്തം TVA പ്ലെയർ അടുത്ത ലൊക്കേഷൻ തേടി പോകുന്നു. എനിക്ക് തോന്നുന്നു TVA ഇങ്ങനെ ഗ്രൂപ്പായിട്ട് നിന്നൊരു ഡിഫെൻഡ് ചെയ്യുന്നത് ഒരു പക്ഷേ അവരുടെ സ്ട്രാറ്റജി, ആ ഒരു സ്പ്ലിറ്റ് ആൻഡ് കിൽ എന്നുള്ളൊരു സ്ട്രാറ്റജി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആയിരിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. AKH എന്താണ് തോന്നുന്നത്? എനിക്കതാണ് തോന്നുന്നത്. അതെ, അതൊരു
മികച്ച നല്ല രീതിയിലുള്ള ഒരു 50 വട്ടം പറയല്ലേ. ഒരു ടാക്ടിക്സ് ആണെന്ന് എനിക്ക് തോന്നുന്നു. മീൻവെൽ HF എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒന്നുകിൽ HF പുഷ് ചെയ്യണം, പക്ഷെ HFന്റെ ആ ഒരു ടാക്ടിക്സ് എനിക്ക് ഇഷ്ടപ്പെട്ടു. കാര്യം എന്താ, വരുന്നു, അവരെ പിറ്റ് ചെയ്യുന്നു, സ്പ്ലിറ്റ് ചെയ്യിപ്പിക്കുന്നു. മീൻവെയിൽ അവർ ഓൾറെഡി അവർ അപ്പർ ഹാൻഡ് പൊസിഷനിൽ ആളുടെ നിർത്തിയിട്ടുണ്ട്. പറഞ്ഞു മനസ്സിലായില്ലേ? സോ ഒരു അഗ്രഷൻ മുതലെടുക്കാനുള്ള ഒരു ഇതാണ് എനിക്ക് തോന്നുന്നത്. TV-ക്ക് അത് മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു. കാര്യം TV ഇപ്പോൾ വലുതായിട്ട് സ്പ്ലിറ്റ് ആവുന്നില്ല. അവരൊരു കോർ സോൺ പിടിച്ചിട്ട് ആ സോണിനകത്ത് നിന്നാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ കുറച്ച് സ്പ്ലിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ അത്രത്തോളം സ്പ്ലിറ്റ് ആവുന്നില്ല TV. അതെ ഇപ്പൊ 14 വരെ ഉള്ളൂ. നമ്മൾ ശ്രദ്ധിക്കാതെ പോയി. മീൻവെൽ ഇവിടെ TV കെവിന്റെ വക ഒരു ചെറിയൊരു ഫയറിംഗ് ആണ് നമ്മൾ കണ്ടത്. ഇട്ടിച്ചന്റെ പിക്ക് മിസ്സായി. ഇട്ടിച്ചൻ ആരാണ് പിക്ക് ചെയ്തിരിക്കുന്നത് എനിക്കറിയൂല. ടാബ് അടിച്ച് മുകളിലോട്ട് നോക്കാവോ? ഇട്ടിച്ചന്റെ പിക്ക് ആരാണെന്ന് നോക്കൂ. ഇട്ടിച്ചന്റെ പിക്ക് ആരായിരുന്നു? ഞാൻ കണ്ടില്ല, ഞാൻ നോക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, എനിവേ നമുക്കത് കണ്ടില്ല. ഇട്ടിച്ചനൊരു പിക്ക് എടുത്തു എന്ന് പറയുന്നു. സന്തോഷം. ഫസ്റ്റ് ബ്ലഡ് ഇൻ ദ സീൻ വീണത് നമ്മൾ കാണുന്നു. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പോലെ HF റൈറ്റ് കയറാൻ നോക്കുമ്പോൾ കെവിൻ അവിടെ പോയി ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. പറഞ്ഞു മനസ്സിലായോ? ഓക്കെ, HF പിന്നെ അവരുടെ ഒരു ഡോമിനേറ്റിംഗ് പൊസിഷൻ പിടിക്കാനായിട്ട് നോക്കുന്നു. മീൻവെൽ റൈറ്റ് സൈഡിലൂടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു ലർക്ക് പോകുന്നുണ്ട്. ഈ ലർക്ക് ബാക്കിൽ എത്തിക്കഴിഞ്ഞാൽ TV-ക്ക് ചിലപ്പോൾ അതൊരു പണി കിട്ടും. ഇവിടെ നിന്നൊരു അപ്പർ ഹാൻഡ് എടുത്തുകൊണ്ട് ചെറിയ രീതിയിൽ ടാഗ് ചെയ്ത് വീഴാനാണ്, TV-നെ ചുറ്റി വളയ്ക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നതെന്ന് തോന്നുന്നു. മീൻവെൽ ഫ്ലഫിയുടെ വക മനോഹരമായിട്ടുള്ള ഒരു സ്പ്രെയിനാണ് നമ്മളവിടെ കാണുന്നത്. എനിക്ക് തോന്നുന്നു ഫ്ലഫി വേഴ്സസ് HF, ഫ്ലഫി TV സ്പീഡ് വേഴ്സസ് HF ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു അവർ ചുറ്റി വളയ്ക്കാനുള്ള ഒരു പ്ലാനാണ്. 4 സൈഡിൽ നിന്ന് സാൻഡ്വിച്ച് ആക്കിയിട്ട് ക്രഷ് ചെയ്യാനുള്ള ഒരു പ്ലാനാണ് അവർ ഇറക്കുന്നതെന്ന് തോന്നുന്നു. മീൻവെൽ അത് മനസ്സിലാക്കിക്കൊണ്ട് TV അവിടെ നിന്ന് സ്പ്ലിറ്റ് ആവുന്നു. കണ്ടോ? എനിക്ക് തോന്നുന്നു TVയുടെ ഒരു സ്ട്രാറ്റജി എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ നിന്റെ ഐഡിയ ഇറക്ക്, ഞാൻ അതിനുള്ളത് ചെയ്യാം, ഞാനായിട്ട് അഗ്രഷൻ എടുക്കുന്നില്ല. എനിക്ക് അതാണ് തോന്നുന്നത്. പറഞ്ഞു മനസ്സിലായില്ലേ? അതായിരിക്കും TV-യുടെ ഒരു സ്റ്റാൻഡ് എന്ന് എനിക്ക് തോന്നുന്നു. മീൻവെൽ ഇവിടെ ഒരു പാണ്ടിക്കുത്താണ് നമ്മൾ കാണുന്നത്. ചാർലിയുടെ വകയൊക്കെ ഫയർ വരുന്നുണ്ട്. ചാർലിയുടെ വക ഫയർ വരുന്നുണ്ട്. ഗോർഡൻ ആലന്റെ വക ഫയർ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ചാക്കോസിന്റെ വക ഫയർ വരുന്നുണ്ട്. ഇവിടെ നിന്നുകൊണ്ട് TV-നെ ടാഗ് ചെയ്യാനായിരിക്കും നോക്കുന്നത്. മീൻവെൽ TV അവിടെ നിന്നുകൊണ്ട് ഇവരെ ടാഗ് ചെയ്യാൻ നോക്കുമ്പോൾ റൈറ്റ് സൈഡിലേക്ക് ഒരു ലർക്ക് പോകുന്നുണ്ട്. ആ ലർക്ക് ഒരു പക്ഷേ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കഴിഞ്ഞാൽ അത് TV-ക്ക് പണി കിട്ടും. TV ആ ലർക്ക് നോക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. മീൻവെൽ ഇറ്റാച്ചി ആൻഡ് ബാലൻ കെ നായരുടെ ഒരു സ്ക്വാഡാണ് നമ്മളവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ സ്ക്വാഡ് അവിടെ നിന്ന് മൂവ് ഓൺ ചെയ്യുന്നു. എനിക്ക് തോന്നുന്നു, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, നിങ്ങൾ നിങ്ങളുടെ സ്ട്രാറ്റജി ഇറക്കുക, ഞാനത് നോക്കിയിട്ട് പ്രോപ്പറായിട്ടുള്ള ഓപ്പോസിറ്റ് സ്ട്രാറ്റജി ഇറക്കും. ഇതാണ് TV-യുടെ ഒരു ലൈൻ ഓഫ് വാർ എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്ത് തോന്നിയൊക്കെ വെച്ചാൽ അത് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം അതെ, എനിക്കൊന്ന് വളരെ സാവധാനം, വളരെ ടൈം എടുത്തുകൊണ്ട് എന്നാൽ ഞങ്ങൾ പിക്ക് ചെയ്യും എന്നുള്ള രീതിയിലാണ് അവർ എടുക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. പറഞ്ഞു മനസ്സിലായില്ലേ? അതെ 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 അതെ. ഇതിനിടയിൽ എനിക്ക് വേറൊരു അബദ്ധം പറ്റി. എടാ, നമ്മൾ ഇട്ടീച്ചനെന്ന് വിളിച്ച് TV ഇട്ടീച്ചനെന്ന് ഞാൻ വിളിക്കുകയും ചെയ്തു. അവൻ കേൾക്കുകയാണെങ്കിൽ അവനെ കാലേ ഒരു നിലത്ത് പൊത്തും. ദാറ്റ് ഈസ് TV ഇട്ടാച്ചി. ഒരു റെസ്പെക്ട് ആയിട്ട് നിങ്ങൾ കൂട്ടിക്കോ. ആള് മാറിപ്പോയി. അതെ, ആള് മാറിപ്പോയി. അടി കിട്ടാതിരുന്നാ കൊള്ളാം. അടി കിട്ടാതിരുന്നാ കൊള്ളാം. മിക്കവാറും നാളെ ഇട്ടാച്ചി വന്ന് ഇരിക്കും വീതിയില്. കഴിഞ്ഞ വാറ് കഴിഞ്ഞപ്പോ ഞാനൊന്ന് ഇരുന്നതാ. ഓർമ്മയുണ്ടോ? അല്ല, ഒരു സെക്കൻഡ്, TV വേഴ്സസ് HF വാർ നേരത്തെ നടന്നിട്ടുണ്ടോ? ഓർമ്മയിലില്ല. ഇല്ല, TV വേഴ്സസ് HF അല്ല അത്. ആക്ച്വലി ബെല്ലാരി വേഴ്സസ് HF ആണ്. അവിടെയും ഞാൻ മിസ്റ്റേക്ക് ചെയ്തു. പറഞ്ഞുകൂടിയിട്ടാ. എന്തിനാണ് ഡോക്ടറെ മിസ്റ്റേക്ക് ചെയ്യുന്നിങ്ങനെ? എടേ, നോ മാൻ ഈസ് പെർഫെക്റ്റ് യാർ. ഞാൻ ഇവിടേക്കല്ലേ മിസ്റ്റേക്ക് ചെയ്യുന്നത്. ഓരോരുത്തർ വീട്ടിൽ ഇരിക്കുന്ന അപ്പനും അമ്മേനെ തല്ലിക്കൊല്ലുന്നു. അത്രയൊന്നും ഞാൻ ചെയ്തില്ലല്ലോ. ഒരു പേരല്ലേ മാറിപ്പോയുള്ളൂ. ക്ഷമിക്കാൻ പറ്റുമെങ്കിൽ ക്ഷമിക്കട്ടെ, അല്ലേ പിടിച്ചങ്ങ് നോക്കി കേട്ടേ പ്രശ്നം കഴിഞ്ഞു. അല്ലേ നമ്മുടെ ന്യൂകമ്മർ ഇൻ ദ സ്ക്വാഡ്. മന്ദാര ന്യൂകമ്മർ ഇൻ ദ സ്ക്വാഡ്. ദ ന്യൂകമ്മർ ഇൻ ദ സ്ക്വാഡ്. പഴയ ബെല്ലാരി, ഇപ്പോഴത്തെ TV. പഴയ ബെല്ലാരി അല്ലേ പുള്ളിക്കാരൻ? ആണെന്ന് തോന്നുന്നു.
പ്രീവാർ ഉണ്ടായിരുന്നു. ഇതിന് പ്രീവാർ ഉണ്ടായിരുന്നു. എപ്പോ എന്തോ ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. രാവിലെ അല്ലായിരിക്കും. അതെ അതെ അതെ. നമ്മൾ നോക്കേണ്ടിയിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൊറേ നേരം കൊണ്ട് ഭയങ്കര ലൈക്ക് ഭയങ്കര സാറ്റിലായിട്ടാണ് ഇത് പോകുന്നത്. ഭയങ്കര ഒരു സെഡൻഡറി ആയിട്ട്. ആക്ച്വലി അത് രണ്ട് സൈഡിൽ നിന്ന് ഒരു അഗ്രഷൻ ഇല്ലാത്തത് കൊണ്ടാണ്. പക്ഷെ എനിക്ക് ഇതിനകത്ത് ടി വിയുടെ ഒരു വേ ഓഫ് പ്ലേ എനിക്ക് ഇഷ്ടപ്പെട്ടു, പറയാതിരിക്കാൻ വയ്യ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെന്ത് അഡ്വാൻസ്മെന്റ് ആണോ എടുക്കുന്നത് അതിനൊരു കൗണ്ടർ അഡ്വാൻസ്മെന്റ് അവരുടെ കയ്യിലുണ്ട്. മാറി മാറി പോകുന്നു. ഇവിടുന്ന് ഇങ്ങനെ എടുത്തെടുത്ത് രണ്ടുപേര് 3 പേര് മണ്ടക്കേട്ടി തോന്നുന്നു. ടിക്കറ്റ് ഒന്നും വലിച്ചിട്ടില്ലല്ലോ, ഹെൽപ്പ് ഒന്നും ഇട്ടിട്ടില്ലല്ലോ. അവര് വീണായിരുന്നു, ഡൗൺ ആയിരുന്നു ഇല്ലല്ലോ? ഡൗൺ ആയിട്ടില്ലെന്ന് തോന്നുന്നു, ഞാൻ അത് കണ്ടില്ല. ഓക്കെ, ഡൗൺ ആവത്തോണ്ടായിരിക്കും മേ ബി ഒരു ഇത് വരാത്തത്. മാഡിക്കിണ്ടി പിക്ക് എടുത്തിരിക്കുന്നു. ടൈസൺ കിക്ക് എടുത്തിരിക്കുകയാണ്. സെക്കൻഡ് പിക്ക് ഓഫ് ദ ഗെയിം. പിന്നെയും എനിക്ക് തോന്നുന്നു വളരെ അഗ്രഷൻ ആയിട്ടുള്ള രീതിയിലോട്ട് പോകാൻ പോകുന്നു തോന്നുന്നു. ബുള്ളറ്റ് ഹെലിതായി ഇറക്കി അവർ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നു എന്നുള്ളൊരു സീനാണ് ഇവിടെ കാണുന്നത്. മീൻവെയിൽ എച്ച് എഫ് ഒരു സൈഡിൽ നിന്ന് റഷ് ചെയ്യുമ്പോൾ ടി വി അടുത്ത സൈഡിൽ നിന്നും അത് ഹോൾഡ് ഓഫ് ചെയ്യുന്നു. അടുത്തൊരു ഇടിയിൽ ട്രാവിസ് തെറിച്ചു പോയിരിക്കുകയാണ്. മേ ബി ട്രാവിസ് തിരിച്ചു പോയിരിക്കുന്ന ഒരു സീനാണ് നമ്മളിവിടെ കാണുന്നത്. അവർ ഹോൾഡ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വേറെ ഹോൾഡ് ഓൺ ചെയ്യേണ്ടി വരും. മീൻവെയിൽ ബിലാൽ അവിടെ ഇറങ്ങിക്കൊണ്ടൊരു ഫയർ ചെയ്യാൻ നോക്കുന്നു, പക്ഷെ അതൊക്കെ പ്രോപ്പറായിട്ട് നടക്കുന്നില്ല. മീൻവെയിൽ മാരിയുടെ കവർ അവിടെ എത്തിയിരിക്കുന്നു. ടി വിയുടെ പ്ലെയർ കുറച്ച് ബാക്ക് ഓഫ് ചെയ്തിരിക്കുകയാണ് എനിക്ക് തോന്നുന്നു. ഒന്ന് ബാക്ക് ഓഫ് ചെയ്തിട്ട് ഫയർ ചെയ്യാനുള്ള ഒരു പ്ലാൻ ആയിരിക്കാം. പക്ഷെ അവിടെ പിറ്റിംഗ് വളരെ ക്ലിയർ ആയിട്ട് നടക്കുന്ന സമയത്ത് 4 സൈഡിലേക്കും എച്ച് എഫിന്റെ പ്ലേയേഴ്സ് എത്തുന്ന ഒരു രീതിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. സുനുമോന്റെ വക ഒരു അടിയിൽ എച്ച് എഫ് ചാക്കോസ് വീണിരിക്കുകയാണ്. സുനുമോന്റെ കയ്യിൽ വീണത്. അതെ, സിനിമന്റെ കയ്യിൽ നിന്നാണ് വീണെന്ന് തോന്നുന്നു. എനിവേ വളരെ 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 മികച്ച രീതിയിലുള്ള ഒരു വാറാണ് ഇവിടെ പ്രോഗ്രസ് ആവുന്നത്. വാറ് ചൂട് പിടിക്കുന്നു. ബിലാലിനെ അടിച്ചുറക്കിയിരിക്കുകയാണ്. ബിലാൽ ബാലൻ കെ നായരുടെ കയ്യിൽ നിന്നാണ് വീണെന്ന് തോന്നുന്നു. ബാലൻ കെ നായർ ബിലാലിനെ പിക്ക് ചെയ്തിരിക്കുമ്പോൾ സിനിമോൻ ചാക്കോസിനെ പിക്ക് ചെയ്തിരിക്കുന്നു. പിന്നെയും നല്ല രീതിയിലുള്ള ഒരു ഫൈറ്റ് ആണ് ഇവിടെ വരുന്നത്. നടക്കുമ്പോൾ ഒരു അഡ്വാൻസ്ഡ് പൊസിഷനിലേക്ക് ഹോൾഡ് ചെയ്യാൻ എച്ച് എഫിന് സാധിക്കുന്നില്ല. മീൻവെൽ കെ വി കുറച്ചൊരു ആൾട്ടിറ്റ്യൂഡിന്റെ അഡ്വാൻറ്റേജ് ഉണ്ട്. പക്ഷേ ടി വിക്ക് ഓക്കെ, ടി വി വേഴ്സസ് എച്ച് എഫ് ഈസ് ഓൺ ഹോൾഡ്. ഐ തിങ്ക് റിലേറ്റഡ് ടു ദാറ്റ് VDM, TV versus HF is on hold. Yeah. Hold. Okay. മാരി കളിക്കണ്ട, മാരിയെ ഇറങ്ങി വെക്കാൻ പറ. വാറ് കളിക്കണം. ഈ HF-ലെ പ്ലെയർ എടുത്ത് തന്നിട്ടേ ഒരു പ്ലെയർ എടുത്ത് തന്നിട്ട് വീസിൽ വരാൻ പറടാ. ഇറങ്ങി നോക്കണോ? എന്തിനാ ചുമ്മാ? അല്ല, HF-ലെ വേറെ പ്ലെയറിന്റെ അടുത്ത് ഇവിടെ തന്നെ നിക്കണം പറയണേ. ഈ പൊസിഷൻ തന്നെ നിക്കാൻ പറയണേ. ഇവിടെ മാറാൻ പറയല്. ഇവിടെ നിന്നിട്ട് തന്നെ കളിക്കണം. അതിന്റെ പൊസിഷൻ മാറാൻ കൊടുക്കരുത്. ഇവിടെ തന്നെ കളിച്ചാൽ എലിജ നീ പറഞ്ഞിട്ടേ മറ്റേ വാറ് നോക്ക്. KVSS അത് ഡിക്ലെയർ ചെയ്തോളൂ. വെയിറ്റ് പറഞ്ഞു സെറ്റ് ആണ്. പയ്യെ ഇഴഞ്ഞിഴഞ്ഞ് അവനൊക്കെ ഉണ്ട്. ഹലോ ഉണ്ടല്ലോ. മാരി എന്ന് പറയുന്ന പ്ലെയറിന്റെ സൈഡിൽ നിന്ന് ഒരുപാട് പിറ്റുകൾ വരുന്നുണ്ടായിരുന്നു. ശ്രദ്ധിച്ചായിരുന്നു? 2 പ്രാവശ്യമായിട്ടുണ്ട്. 2 പ്രാവശ്യമായിട്ടുണ്ട്. അത് വി ഹാവ് ടു അവന്റെ കത്തല. ഇത് കത്തല വണ്ടി. കറക്റ്റ് അവന്റെ കത്തല് മറ്റേ ഒറ്റയ്ക്ക് ഒരു വണ്ടി കൊണ്ട് ഓടി കിടക്കുന്നത്. അവന്റെ കത്തലൊന്നും അല്ല, അവന്റെ കത്തല, അവന്റെ കഴമ്പാടിത്. ഇവിടെ ഇവന്മാര് പൊസിഷന്മാരല്ലേ തുറ. ഇവിടെ തന്നെ നിക്കണം അവന്മാരുടെ. എവിടെ പോവാ? റാത്തർ ഫ്രണ്ട് അവനവിടെ നിക്കണെന്ന് പറയാം. 23 more subs to 7.2k. പറ്റുന്ന എല്ലാരും ഒന്ന് സബ് അടി ഗൈസ്. ലെറ്റ്സ് ഗോ. എല്ലാരും സബ് ചെയ്ത് കൊടുക്കും. ക്ലോൺ ഗെയിമിംഗ് എന്നാണ് ചാനൽ പേര്. എല്ലാരും സബ് ചെയ്ത് കൊടുക്കും. നമ്മള് 2 പേര് ഡൗണറാ. നമ്മളെ കെവിനും ഡൗണായി, മദാരൻ ഡൗണായി. അവന്റെ വണ്ടി എന്താ സീനാണ്. അവന് വണ്ടി എടുക്കാൻ പറ്റുന്നില്ല. പിന്നെ പെട്ടുപോയി അവിടെ. 1 2 3 4 5 പേര് ഡൗൺ ആണെന്ന് എനിക്ക്. അതിൽ ഒരുത്തനാണ് മറ്റേ വണ്ടി ഇട്ട് വരിച്ചത്. ബാക്കി എല്ലാ 4 ബുക്കും എല്ലാം
തോന്നുന്നു. ബിലാൽ വളരെ വളരെ മികച്ച രീതിയിൽ അടിച്ചുറക്കിയിരിക്കുകയാണ്. ബിലാൽ ബാലൻകെ നായരുടെ കയ്യിൽ നിന്നാണ് വീണെന്ന് തോന്നുന്നു. ഇവിടെ വണ്ടി ഇട്ട് വെക്കണം. 5 പേര് ഡൗൺ, നമ്മളെ 2 പേര് സെയിം പൊസിഷനാണ്. HF 5 ഡൗൺ. ഒരുത്തനെ കിണ്ടപ്പെടുകയും ചെയ്തല്ലേ പറയാൻ പോലെ. അവനെ അതിനായിട്ട് നിർത്തിയിരിക്കുകയാണ് അവര്, മനസ്സിലായില്ലേ? നമ്മളെ വെടിവെക്കുന്ന സമയത്ത് നീ വണ്ടി കൊണ്ട് ഇടിച്ചു കിടണം, അപ്പൊ നമ്മള് വെടിവെക്കുക. അതാണ് അവന്റെ റോള്, മനസ്സിലായില്ലേ? അവൻ കണ്ടാ അറിയാം കൊണ്ടുപോയി ഇടിച്ച് കയറ്റുന്നത്. സുനിപോരൊക്കെ ഇവിടെ എത്തിയിട്ടോ, ഫ്ലാങ്ക് പൊസിഷനൊക്കെ എത്തി. സുനിപോ അവിടെ ഫ്ലാങ്ക് പൊസിഷൻ എത്തി, അത് കണ്ട. ഏതാ വിഷയം? 7.2K. താങ്ക് യു ഗൈസ്, താങ്ക് യു സോ മച്ച്. 4 ഡൗൺ ഒരു ബാൻ അല്ലേ? അല്ലല്ല 5 ഡൗൺ, 4 ഡൗൺ ഒരു ബാന്, ഒരുത്തൻ മറ്റേ വണ്ടി. ഫസ്റ്റ് ഒരുത്തനെ വിറ്റാച്ച് കൊന്നു, പിന്നെ അത് കഴിഞ്ഞ് വണ്ടി ഓടിച്ചു വന്ന ടൈസൺ എന്ന് പറഞ്ഞ ഒരുത്തനെ അപ്പുറത്ത് കൊന്നിട്ടുണ്ട്. അവന്മാരെ അവിടെ നിന്നവന്മാരേ ഉള്ളു ആ സൈഡില്. നമ്മളാണ് മൊത്തം ഈ സൈഡിൽ ആൾക്കാർ കൂടുതൽ. KVയുടെ ഫൈറ്റ് ഇവിടെ തുടങ്ങിയെന്ന് കേട്ടാ. KV1 CM2 അല്ല, HF ഫുള്ള് വണ്ടി കയറി. HF എല്ലാം വണ്ടി കയറിയോ? പൊസിഷനാണ് എല്ലാം ഉണ്ട്, കുറച്ച് പേര്. ഓ മറ്റേ പുതിയ പൊസിഷനൊക്കെ കണ്ടുപിടിച്ചേട്ടാ വണ്ടിയുടെ കഥവിന്റെ ഇടയില് ചൊതുക്കില് പോച്ചാട്ടൊക്കെ. വീഡിയോ വന്നു ബ്രോ, വീഡിയോന്റെ ഹെൽപ്പ് റിപ്പോർട്ട് വന്നതാണ്, ഓവർ ഹോൾഡ് ആക്കി. താങ്ക് യു ബ്രോ, താങ്ക് യു സോ മച്ച് ജോയൽ ബ്രോ, വെൽക്കം ടു ദ സ്ട്രീം. വണ്ടിയുടെ അകത്ത് കയറി ഇരുന്ന് കേട്ടോ പയ്യ, വണ്ടിയുടെ അകത്താണ്. വെളിയിലായിരുന്നു, അവനൊക്കെ വണ്ടി കയറി അത് വഴിയില്. ഹലോ വന്ന് തിരിച്ചെന്ന് ഇടക്കിടക്ക് കത്തി രണ്ട് ഡൗൺ തുടങ്ങിയോ? ഒന്നാതേ കാലില് മന്ത്, ഇതിന്റെ ഇടയിൽ കൂടെ തലവേദന അതേപോലെയാണ്. ഒന്നാതേ ഡിലേ, അതിന്റെ ഇടയിൽ കൂടെ വീഡിയോ മാരിയുടെ പ്ലേ 2 വീഡിയോ ഈ വാർ കഴിഞ്ഞിട്ട് കേവിലിട്ട് പോവാം, അല്ലെങ്കിൽ 2 വാരം എന്താണ് നടക്കുന്നത് അറിഞ്ഞൂടാ, അറിയില്ല. ഞാൻ കാണുമോ എന്ന് എനിക്ക് അറിയില്ല. നല്ല ഉറക്കം ഇത് തീർത്തിട്ട് പോവാന്ന് വിചാരിക്കുന്നു. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? രാവുത്തർ വണ്ടി കയറിയോ? രാവുത്തർ വണ്ടി ഇറങ്ങിയിരിക്കായിരുന്നു. ഓപ്പൺ വാർ പര ഹോൾഡ് ആക്കി. ഓപ്പൺ വരാൻ പര ഹോൾഡ് ആക്കി. അല്ലല്ല എന്തായാലും ഇപ്പോ മിക്കവാറും ലൊക്കേഷൻസ് മാറ്റും. പുള്ളിക്ക് വണ്ടി ഇടിച്ച് കളിക്കാം, പക്ഷെ നമ്മുടെ POVയിലോ ഓപ്പോസിറ്റുള്ള പ്ലേയേഴ്സിന്റെ POVയിലോ അവരെ ഇടിക്കുന്നതായിട്ട് വരാൻ നമ്മുടെ POVയിലോ പ്ലേയേഴ്സിന്റെ POVയിലോ അവരെ ഇടിക്കുന്നതായിട്ടോ അവർ തെറിച്ചു പോകുന്നതായിട്ടോ വരാൻ പാടില്ല. ഇതാണ് പറഞ്ഞേക്കുന്നത്. പുള്ളിയുടെ ബാൻ മാറ്റി പുറത്തായിരുന്നു വണ്ടിയല്ല ബ്രോ, എന്തായാലും ലൊക്കേഷൻ മാറ്റും. അതുകൊണ്ട് പ്രശ്നമില്ല, എന്തായാലും 2 ലൊക്കേഷനോട് മാറ്റും. ജോയ് ബ്രോ അത് സീനില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ കഴിയുമ്പോ 2 ടീമിനെ 2 ലൊക്കേഷനിലോട്ട് 2 എൻഡിലോട്ട് മാറ്റിയിടും. 2050 303 സൈഡ് മാറിയല്ലോ. സൈഡ് ഇതല്ലോ. അതൊരു ഇഷ്യൂ നമുക്ക് വരത്തില്ല. റാവുത്തർ ശശിയുടെ സൈഡ് മാറിയല്ലോ, കവറിലുള്ള സൈഡ് ആയല്ലോ വണ്ടിയുടെ. ഞാൻ പറയണ പൊട്ടത്തിനൊക്കെ പിള്ളേരെ കാണിച്ച് നാറ്റിക്കരുത്. HFനോട് പരാജയ മക്കളാൻ പറയാം. എത്ര ദൂരം വേണോ? ശരിയായ മൂഞ്ച പൊസിഷനിലാണ് വരുന്നത്. നമ്മൾ അടിച്ചുറക്കായിരുന്നു അവിടെ വെച്ചമാര്. ഒരാള് അങ്ങറ്റം, ഈ അറ്റം, പോട്ടെ പെട്രോൾ പമ്പിന്റെ ഇങ്ങറ്റം.
ഇനിയിപ്പോ മറ്റേ അതായത് മോട്ടലിന്റെ ഏരിയ. ഹോട്ടലിൽ 5 മിനിറ്റ് കൂടെ നിൽക്കാൻ പറ്റുള്ളൂ. മോട്ടൽ ഏരിയയിലോട്ട് HF വിട്ടോ, ഞാൻ ഇവരോട് പറയാം. അയ്യോ 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 അയ്യോ. ആ ഓക്കെ സെറ്റ്. HF ന്റെ മോട്ടലിന്റെ അവിടെ വിട്ടോ. ഹലോ, നിങ്ങൾക്ക് മോട്ടലിന്റെ സൈഡിലോട്ട് പോക്കോ ഗ്യാങ് മൊത്തമായിട്ട്. ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് നമ്മളിപ്പോ ചെയ്യുന്ന മെക്കാനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി നമ്മുടെ സർവറിലുള്ളതാണ്. വാർ ഒരിക്കൽ പോസ് ആയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ടീമിനെ 2 സൈഡിൽ 2 എക്സ്റ്റെൻഡിലോട്ട് മാറ്റിയിടും. 2 എക്സ്റ്റെൻഡിലോട്ട് മാറ്റിയിടും. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറ്റാതിരിക്കാൻ വേണ്ടി, ഡിസ്റ്റർബൻസസ് വരാതിരിക്കാൻ വേണ്ടി. അല്ലെങ്കിൽ അവര് ഇപ്പോഴത്തെ 13 players from TVA and 11 players from HF ആണ് സ്റ്റാൻഡ് സ്റ്റിൽ ചെയ്യുന്നത്. Meanwhile we are just resetting the war locations. So ഇപ്പോഴത്തെ സമ്മറി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 30 versus 11 ആണ് ഞാൻ എണ്ണിയാൻ തോന്നുന്നു. 11 അല്ലേ കേസ്? 10 അല്ലേ? ഓക്കെ, അപ്പൊ 13 versus 11 ആണ് ഇപ്പോഴത്തെ കറണ്ട് സിനാരിയോ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ 2 സൈഡിലോട്ട് മാറ്റിയിടുന്നു. ഫെയർ ഡിസിഷൻ ആയിട്ട് ഞങ്ങൾക്ക് തോന്നുന്നു. മാറ്റിയിട്ടിട്ട് ഞങ്ങൾ എന്ത് ചെയ്യും, സ്റ്റാർട്ട് ചെയ്യും. എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു ഉറപ്പായിട്ടും ഒരു മാൻ പവറിന്റെ അപ്പർ ഹാൻഡ് ഉള്ളത് ഫോർ ദ ടൈം ബീയിങ് HF-നല്ല, നമ്മുടെ TVA-ക്കാണ് ഈ പറയുന്ന ഒരു മാൻ പവറിന്റെ അപ്പർ ഹാൻഡ് ഉള്ളത്. അപ്പൊ മാൻ പവറിന്റെ അപ്പർ ഹാൻഡ് അവർക്ക് ആയതുകൊണ്ട് മേ ബി ദർ ഈസ് എ സ്ലൈറ്റ് ഇൻക്രീസ് ചാൻസ് ഫോർ വിന്നിംഗ് ദ വാർ. കാര്യം നമുക്ക് ഒരിക്കലും ഒരു PvP സിറ്റുവേഷനകത്ത് മാൻ പവർ മാത്രം നമുക്ക് കയ്യിൽ എന്താ പറയാ കയ്യിൽ വെക്കാൻ പറ്റില്ല. അത് എന്താ പറയാ കുറച്ച് ലൊക്കേഷൻ കാര്യങ്ങളെല്ലാം കൂടെ വന്നിട്ടാണ് നോക്കാം. ഓക്കെ, എന്തായാലും നമുക്ക് നോക്കാം. അവരുടെ സൈഡിൽ 5 ഡൗൺ ഉണ്ട്. Meanwhile our admins are setting the scene. Admins scene set ചെയ്യുന്നുണ്ട്. Admins scene set ചെയ്തിട്ട് we will go for the match. അന്നാടാ എടാ നമ്മുടെ സൈഡിൽ നിന്നുള്ള ആൾക്കാരുടെ POV ഒന്ന് കാണിച്ചു കൊടുത്തടാ. ഇന്റൻഷനലി ഉള്ള വീഡിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കാണിച്ചു കൊടുത്തേ. എടാ അവന്മാര് നമ്മള് 3 വട്ടം മറ്റേ വണ്ടി ഇടിച്ച് കയറ്റാൻ നോക്കില്ല, അതിന്റെ ആ POV കാണിച്ചു കൊടുത്തേ. അപ്പൊ അവർ ആക്ഷൻ എടുത്തോളൂ. ഇതിപ്പോ HF ആണ് വീഡിയോ എന്ന് പറഞ്ഞ് വിളിച്ചത്, അതുകൊണ്ടാണ് പോസ്റ്റ് വിളിച്ചത്. മനസ്സിലായാ? നമ്മളല്ല വിളിച്ചതെന്നാണ് വന്നത്. അങ്ങനെയാണ് അഡ്മിൻ പറഞ്ഞത്. എന്താണ് ഫാക്ടറിയോ? ഫാക്ടറിയുടെ ഫ്രണ്ടിലോട്ട് മൂവ് അല്ല, ഒറ്റ നമ്മളിപ്പോ POV കാണിച്ചു തരാൻ പോവാ. എടാ POV വേറെ അവൻ ഇങ്ങോട്ട് മേടിച്ചത് അല്ലാതെ അപ്പുറത്തോട്ട് ചപ്പ് അവന്റെ കാര്യമാണോ? വെള്ളം കുടിക്കുമായിരുന്നോടാ അവന്റെ ചുക്കാമണി പരസ്യം കൊണ്ട് വരക്കോ അതിന്റെ ഇടയിൽ കൂടി മഹീന്ദ്ര കൂടി. അപ്പോ ഞാൻ വെള്ളം കുടിച്ച് തിരിച്ച് വന്നിരിക്കുന്ന സമയത്ത് നമ്മുടെ TVA പ്ലെയർ നമ്മൾ ഇവിടെ നിന്ന് മാറ്റി കിട്ടിയിട്ടുണ്ട്. മീൻവെൽ കെ തിരിച്ച് ഹോക്കിനടിച്ച് MJ ലൂസിനടിച്ച് വെള്ളം കുടിക്കുമായിരുന്നോടാ. നോവ എസ്കൻ അടിച്ച് കക്കാഷ്, പിന്നെ ബുള്ളോപ്പ് ജെയിംസ് ബോണ്ടിനെ അടിച്ച്, ഹിറ്റ്മാൻ ഡ്രാക്കൻ അടിച്ച്, ഫാൽക്കൺ ജാസിക് അടിച്ച്, ബുള്ളോപ്പ് ജെയിംസ് ബോണ്ടിനെ അടിച്ച്, ലെഗസി ഡെവിലിനെ അടിച്ച്, ഹിറ്റ്മാൻ കുബേറിനെ അടിച്ച്, മൈക്കി ഷൈമാലിക്കിനെ അടിച്ച്, പൃഥ്വിരാജ് ജോൺസിനെ അടിച്ച്. വേണ്ട ഇവിടെ നിൽക്കാം. ഫാൽക്കൺ അവിടുത്തെ സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലാവില്ലല്ലോ. കാശ് കുട്ടപ്പനെ അങ്ങോട്ട് പോയിട്ട് എന്ത് ചെയ്യണം? 8 പേരെങ്കിലും ഡൗൺ ആയി. സ്വന്തം ടീം നമുക്ക് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് അവിടെ എന്താ സിറ്റുവേഷൻ എന്നുള്ളത് അറിയൂ. അവിടെ പോയിട്ട് എന്ത് ചെയ്യാനാ? ഇവിടെ വെറുതെ നിൽക്കുമല്ലേ, പോസല്ലേ ഇവിടെ സ്പെക്ക് സ്പെക്ക് പോസ് മാറ്റാൻ നമുക്ക് പോയിട്ടെന്നാലോ. പോയിട്ടാ ഡോക്ടറെ, അതാകുമ്പോ ആൾക്കാർക്കും കാണാൻ ഒരു ഇതാവുമല്ലോ. അല്ല അതല്ല, നീ ഹോൾഡ് ചെയ്യ. കാര്യം അങ്ങനെ ഡബിൾ സിറ്റുവേഷൻ സ്പെക്ക് പറഞ്ഞിട്ടുള്ളത് ഇവിടെ ഹോൾഡാണ്. പറഞ്ഞിട്ടുള്ളതല്ലേ. അവിടെ ഉണ്ട് 4 പേര്, ഇവിടെ ആരും ഇല്ല. ആ പവനായി ഉണ്ട്, എലിജ ഉണ്ടല്ലോ. എന്താ അപ്പുറത്തോട്ട് വിട്ടോ പോകുമ്പോ
അപ്പുറത്തോട്ട് വിട്ടോ പറയുന്ന കേക്ക്. എഴുതിയിരിക്കുന്ന പേര് കണ്ടോടാ. അറിഞ്ഞുള്ള സിറ്റുവേഷനിൽ കൊണ്ടുപോയി തലയിടുന്ന എന്തിനാ? സിറ്റുവേഷൻ അല്ല, വാറാ സിറ്റുവേഷൻ അല്ല, വാറായി ഇവിടെ. വാറാണോ? ആ ഇതും മോൾഡായി, അടിപൊളി. അപ്പൊ അപ്പുറത്തോട്ട് ഇവിടെ സിറ്റുവേഷനിലോട്ട് നോക്കും. ഓ